ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണും. സ്വത്ത് സമ്പാദിച്ചു എന്നൊരു പരാതി വന്നപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ആ വിഷയമാണ് എൻ്റെ ഓർമ്മ 98-ലോ 99-ലോ മറ്റാണ് അദ്ദേഹത്തിനെ 3 മണിക്കൂറാണ് തുടർച്ചയായിട്ട് ഗസ്റ്റ് ഹൗസിൽ അന്ന് ചോദ്യം ചെയ്തത്. എല്ലാ മാധ്യമങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് മുൻ മുഖ്യമന്ത്രിയോട് കാണിക്കാത്ത ഒരു സൗജന്യം കടകംപള്ളിയോട് കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഏതായാലും അന്വേഷണത്തിൻ്റെ റിസൾട്ട് പുറത്തു വരട്ടെ. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകുമെന്നും പറയാൻ കഴിയില്ലല്ലോ. ഇതായാലും അന്വേഷിക്കട്ടെ. ഇപ്പോൾ കോടതി 1-2 തവണ അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോഴാണ് മനസ്സോടെ ചോദ്യം ചെയ്യലിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിയിട്ടുള്ളത്. പിന്നെ അവരെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു, അവർക്ക് ചില പരിമിതികളുണ്ട്. കാരണം അവർ പിണറായിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ഈ വിഷയത്തിൽ അവർക്ക് കോടതി സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെങ്കിലും ഇതിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥന്മാരുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് റോളുണ്ടല്ലോ, ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള. അപ്പം അതുകൊണ്ട് ഭാവിയിൽ ദോഷം ഉണ്ടാക്കും എന്നുള്ളൊരു ഭയം സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ മറ്റ് ഏജൻസികൾ വേണമെന്ന് പറയാൻ കാരണം. ഏതായാലും അന്വേഷണം നടക്കട്ടെ. ഏതായാലും ഇത്രയും പേരെ എത്തിയല്ലോ, അന്വേഷണം നടക്കട്ടെ. പക്ഷേ പത്മകുമാറിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരംഗത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ ശ്രീ ശങ്കർദാസിനെ ഇതുവരെയായിട്ട് ചോദ്യം ചെയ്തതായിട്ട് അറിവില്ല. അദ്ദേഹം ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ പിതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മാത്രം ഒരു എക്സംഷൻ കൊടുത്തിട്ടുള്ളതിൻ്റെ കാരണവും മനസ്സിലായില്ല. അത് ഏതായാലും ഇത്രയും എത്തിയത് ഹൈക്കോടതിയുടെ മേൽനോട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ല, അതിനിപ്പോൾ അതിൻ്റെ വഴിക്ക് അന്വേഷണം നടക്കട്ടെ. അതിപ്പോൾ കോർപ്പറേഷൻ്റെ പുതിയ ഭരണസമിതി തീരുമാനിക്കട്ടെ. ഇതിപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, 40 വർഷത്തെ ചരിത്രം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ. ഇപ്പം ഞങ്ങളതിലിപ്പോൾ ആരെയും വശം പിടിക്കുകയല്ല. 42 വല്ല അഴിമതി പറഞ്ഞ ഞങ്ങളും കൂടെ പറഞ്ഞ അഴിമതിയുടെ ചിലതാണ് ഇപ്പോൾ കുറേശ്ശെ പുറത്തു വരുന്നത്. BJP ഭരിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു പാർട്ടി ഭരണത്തിൽ കയറിയാൽ 3-ാം ദിവസം അഴിമതി പറയാൻ പറ്റില്ലല്ലോ. പറയാൻ വേണ്ടി പറയരുത്, അവരുടെ ടേൺ കിടക്കുകയാണ്. ആ നേരത്തെ ഞങ്ങൾ പറയും. ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതി ചെയ്ത അഴിമതിയുടെ കാര്യം വന്നപ്പോൾ ഞങ്ങളത് സൂചിപ്പിച്ചു. അതിന് വേറെ ബാന്ധവം ആരോപിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ആരോപിച്ചാൽ ഞങ്ങളത് മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. ഏതായാലും അതിൻ്റെ കാര്യത്തിൽ കോർപ്പറേഷൻ തീരുമാനിക്കട്ടെ, അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, കോർപ്പറേഷൻ്റെ ശരിയും തെറ്റൊക്കെ കോർപ്പറേഷൻ ഭരണസമിതിയിൽ ചർച്ച ചെയ്യപ്പെടണം. കഴിഞ്ഞ 5 വർഷക്കാലം കഴിഞ്ഞ ഭരണസമിതിയുടെ തെറ്റുകുറ്റങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടില്ല. കാരണം അന്നത്തെ മുഖ്യ പ്രതിപക്ഷം, ഞങ്ങൾക്ക് അതിനോടന്ന് യോജിപ്പുണ്ടായിരുന്നില്ല. അന്ന് BJPക്കാർ യോഗം പലപ്പോഴും കൂടാൻ അവസരം ഉണ്ടാക്കിയില്ല. അത് അന്നത്തെ ഭരണസമിതിക്ക് സുഖകരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചു. ഇത്തവണ അങ്ങനെയാവരുത്. തെറ്റുകുറ്റങ്ങൾ അജണ്ട വെച്ച് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സംവിധാനമായിരിക്കണം ഇത്തവണ ഉണ്ടാവുക. UDF ആ നിലപാടാണ് കോർപ്പറേഷൻ സ്വീകരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.